ഇന്ന് രാവിലെ തൊട്ട് നല്ല കാറ്റ്. ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണൻ ഓടി പോകുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക്. അല്ല, എനിക്ക് അവിടെ ബാക്കി ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോവാണേ. ആ ചെടിച്ചട്ടി അവിടെ നിന്ന് മാറ്റണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് കുറേ ദിവസം കൊണ്ട് തീരുമാനിച്ചായിരുന്നു കേട്ടോ. അതെന്നുവെച്ചാൽ എനിക്കൂടെ ഒന്ന് അമ്പലത്തിൽ കയറാൻ പറ്റുന്ന ദിവസം നോക്കി പോകാമെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം പോകാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അമ്പലത്തിൽ വന്ന് തൊഴുതെല്ലാം കഴിഞ്ഞ് അകത്തെല്ലാം കയറി തൊഴുത് വഴിപാടും എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളുടെ കൊച്ചു തിരുമേനിയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം വണ്ടി പോയിച്ചു തന്നെ. മറ്റേത് ട്രാവലറൊക്കെ വലിയ തിരുമേനിയായിരുന്നു. അപ്പോൾ വണ്ടി ഇങ്ങനെ ഇറക്കി ഇവിടെ വരെ കൊണ്ടുവരുന്നുണ്ട്. അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഒത്തിരി നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഇവിടെ വന്ന് കൊച്ചിരുമേനി വണ്ടി പൂജിക്കുന്നതും എല്ലാം ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുമായിരുന്നു. എന്നാന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സ് സമാധാനമാണ്. പിന്നെ വണ്ടി ഓടാൻ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സ് സമാധാനമുണ്ട്. എല്ലാം അമ്മ കാത്തോളൂല്ലോ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അമ്പലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വന്നേച്ച് മലയാളപ്പുഴയിലും പോകാറുള്ളതാണ്. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് മലയാളപ്പുഴയിലോട്ട് പിന്നെ ഞങ്ങൾ പോകാറുന്നത്. കാലയിൽ ഇതൊന്ന് അഴിച്ചിട്ടൊക്കെ ഇങ്ങ് പോകാമെന്ന് വിചാരിച്ച്. കാരണം വെച്ചാൽ മലയാളപ്പുഴ അമ്പലത്തോട്ട് കയറുന്നത് അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതിനകത്തോട്ട് ഇച്ചിരി കയറണമെങ്കിൽ ഇച്ചിരി പാടാണ്. കാലിങ്ങനെ മടക്കാൻ പറ്റാതെ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കാലയിൽ ഇത് മാറ്റിയിട്ട് പോകാമെന്ന് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ച് ഞങ്ങളിനി പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ കണ്ണനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നേ കണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണൻ വണ്ടിയുടെ അടുത്തത് മാത്രമല്ല, അവന് അതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില വണ്ടിയോട് അവനങ്ങൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അങ്ങനെ അപ്പോൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പൂജയെല്ലാം കഴിഞ്ഞ ഇനി അവിടുന്ന് നേരെ പോരുകയാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണേ. നേരെ വീട്ടിലെന്ന് വെച്ചാൽ കടയിലൊക്കെ ഒന്ന്, കാരണം ഒരു പൂക്കടയിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെ അതെല്ലാം ഒന്ന് പോയി എടുക്കണം. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇടാനായിട്ടൊരു പൂ വേണമായിരുന്നു. ഞങ്ങൾ താമസിച്ച് കഴിഞ്ഞാൽ നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് താമസം എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ചെങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. എവിടെ പോവാ? ആണോ? ഇനി പൂക്കടയിൽ നിന്നൊരു പൂ മേടിച്ച് കെട്ടാനായിട്ട്. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൂവ. എനിക്ക് വെള്ളിയാഴ്ച ദിവസം അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുപോലെ സാധിച്ചു. ചിരി കണ്ടു. എന്നാ കുഴപ്പം വല്ലതും ഉണ്ടോ ചിരിക്ക്? രാവിലെ കഴിക്കാൻ മേടിക്കാൻ പോയതാണേ ബാസേണ്ണേ. ഈ പിള്ളേർക്കുണ്ടല്ലോ എവിടെയെങ്കിലും ഇറങ്ങി അന്നേരം പുറത്തുനിന്ന് കഴിക്കാൻ വേണം. പ്രത്യേകിച്ച് ഈ കണ്ണന് പുറത്തുനിന്നാണോ കഴിക്കാൻ മേടിക്കുന്നത്? പുറത്തുനിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ ചോദിച്ചാരുമില്ല പറഞ്ഞാരുമില്ല. എന്നാ അച്ഛനെ ഇങ്ങനെ തിരിച്ചു വിളിച്ചേക്കാം. കഴിഞ്ഞ ദിവസം അച്ചു ചോക്കോബാർ കടിച്ചു പറിച്ചില്ലേ കണ്ണൻ്റെ കയ്യിന്ന്? അന്നേരം ഇങ്ങനെ പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. ചാനലുള്ളതാ. അവിടുത്തെ അവരുടെ ആ ചേച്ചിയുടെ മൂത്ത മോനും, ചേച്ചി ആയിരിക്കല്ല എൻ്റെ പ്രായമായിരിക്കും, മൂത്ത മോനും ബിറ്റീസ് കിച്ചണാന്ന് തോന്നുന്നു കേട്ടോ. ചോക്കോബാർ ഇതുപോലെ അന്ന് മൂത്ത മോന് കടിച്ചു പറിക്കുന്നു. ഇച്ചിരി എടുക്കാനുള്ള ഒറ്റക്കടിയ. അടി ഉണ്ടാക്കുമ്പോ ഒരു പ്രത്യേക സുഖം. അതായത് ആ സീറ്റയില് സിന്ദൂരം ഒന്നും വീഴല്ലോ കേട്ടോ. ശരിക്കും എന്നിട്ട് എന്നോട് പറയാ, ഈ ചെറുക്കൻ പറഞ്ഞു ഒരു ദിവസം സ്കൂട്ടറിനകത്ത് നിറച്ച് വെള്ളമായിരുന്നു, അതിനകത്ത് കിടക്കുമായിരുന്നു. എനിക്കൊരു ഡൗട്ടുണ്ട്. പറ്റിയിരുന്ന ഞാൻ പറയായിരുന്നു. സാമ്പാറുണ്ട്, കടലക്കറിയുണ്ട്, വെജിറ്റബിൾ കറി ഇങ്ങോട്ട് നീക്കി വെച്ചാണ്. ഇങ്ങോട്ട് അച്ഛൻ്റെ എടുത്തിട്ട് വെക്ക്. കൊണ്ടുപോകാൻ എടുത്ത് വെച്ചു. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടലക്കറി എടുത്തോളൂ, അവള് വേറെ ഒന്നും എടുക്കുകയല്ലോ. ചീരയെ പറിക്കേണ്ട സമയത്ത് പറിച്ചില്ലുണ്ടല്ലോ, ഇതുപോലെ പുഴുകുത്തൽ വരും. എനിക്ക് നല്ലപോലെ പുഴുകുത്തൽ കേട്ടോ. ഉയി നിൽക്കുന്നെല്ലാം പറിച്ചിട്ട് വെറുതെ അത് കളയുന്നില്ല. ചുവടെ പറിച്ചെടുക്കാവോ? അന്നേരം പിന്നെ അവിടെ അത്ര അങ്ങ് തെളിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മണ്ണ്, അയ്യോ അങ്ങേൻ്റെതേ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? മണ്ണ് ഇതിൻ്റെ ചുവട്ടിലോട്ട് തന്നെ ഇടണം. ഇതേണ്ട ഇത് കണ്ടോ, ഇങ്ങനെ ഇവിടോട്ട് തന്നെ അടിച്ചടിച്ച് മണ്ണിടണം. മണ്ണ് കളയില്ല, മണ്ണ് താഴേന്ന് ചുമന്നുകൊണ്ട് നിൽക്കുന്ന മണ്ണാണ്. എന്നിട്ട് അതിനകത്തെ കാടങ്ങ് തെളിയും.
വേറെ വല്ല ആ ഇത് അതിനകത്ത് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. മണിമേക്ക് കൂടെ കൊടുക്കാനുണ്ടോ? എൻ്റെ തക്കാളി കിടക്കുന്നുണ്ടോ, മുഴുവനും മറിഞ്ഞ് ചെരിഞ്ഞു പോയി. ആ ഈ കമ്പായിരുന്നു ഇവിടെ വെച്ചിരുന്നത്. പെരിഞ്ചീരകമൊക്കെ നോക്കിയാൽ 2 ആഴ്ച കൊണ്ട് കാണാതിരുന്നേനെ. പെരിഞ്ചീരകത്തിന് കമ്പ് കുത്തി കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ, അതിനിങ്ങനെ ചെരിഞ്ഞു വരുന്നു. അയ്യോ, ഈ വെള്ളരിക്ക പറിക്കാറായി കേട്ടോ ബാസുട്ടാ, ഇതും കൂടെ പറിച്ചേര്. അതിന്നും ഒരുവിധം വലുതായത് പറിച്ചേര്. കോവയ്ക്കായി മുഴുവനും ഇങ്ങനെ പറിച്ചേക്കാം. ഫ്രിഡ്ജിലിരിപ്പുണ്ട് കുറച്ച്. പച്ചമുളക് അതെല്ലാം ഇവിടെ ആ വാടിയിരിക്കുന്നതിൽ മൊത്തം പറിച്ചേര്. ആ കമ്പ് അപ്പടി വെള്ളം ഒഴിക്കാതെ അത് കയറ്റി വിട്ടതാ, ഒന്ന് ഉടക്കി വിട്ടാൽ മതി തൂങ്ങി കിടക്കുന്നൊക്കെ. ആ കോവയ്ക്ക കുറച്ച് കിട്ടി. ഇത് കണ്ടോ, തക്കാളിക്ക ശ്രദ്ധിക്കാതെ തക്കാളിക്ക പറഞ്ഞു പോയത് കണ്ടോ, ഇത് ഇത്രയൊക്കെ ആയതായിരുന്നു. അല്ല പിന്നെ എനിക്കിതൊക്കെ കാണാൻ, ഞാനേ ഒത്തിരി വെള്ളം ഒഴിച്ച് വളമിട്ട് കഷ്ടപ്പെട്ടത് ബുദ്ധിമുട്ടി പോയി മേടിച്ചോണ്ട് വന്ന തയ്യ അതൊക്കെ. നീ എടുക്കലേ ഉള്ളൂ, അല്ലാതെ അതിനോടൊരു ആത്മാർത്ഥതയുണ്ട്. അത് അവിടെ കിടന്നിട്ട് പോലും ആരും കണ്ടില്ല. എത്ര തക്കാളിക്കാ പോയി നിൽക്കും, 3-4 തക്കാളിക്കാ പോയി. ഇതേലും ഇതും എല്ലാം ഒന്ന് കെട്ടി വെച്ച് കേട്ടോ, എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് പോകാതെ കെട്ടിയാൽ മതിയായിരുന്നു. അച്ഛനും കണ്ണിനൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് കുറേ നേരമായി കേട്ടോ. കുറേ നേരം ഞാനവിടെ ഇങ്ങനെ മാണ്ട് കിടന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ മീനൊക്കെ കൊണ്ടുവന്നു. മീൻ കൊണ്ടുവന്ന അയലയാണ്, അത് വെട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് ചുമ്മാ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി, അല്ലാതെ പണിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ചീരയില രാവിലെ പറിച്ചത് മണിയമ്മയ്ക്കും അമലയ്ക്കും കുറച്ച് കൊടുത്തു വിട്ടു. ബാക്കി ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇനി ഒന്ന് കുറച്ച് ഇവിടെ എടുക്കുന്നുള്ളൂ, അരിഞ്ഞൊന്ന് എടുക്കണം. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കണം, മീൻ വറക്കണം. ഇത്രയൊക്കെയുള്ള ഉച്ചയ്ക്കത്തെ പണിയൊക്കെ. അപ്പം നമ്മുടെ കാർത്തിക എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു, കാർത്തിക എന്ന് പറഞ്ഞ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു അപ്പു ആരാന്ന് ചോദിച്ചായിരുന്നേ. അപ്പു ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പുവിൻ്റെ വൈഫ് സൗമ്യ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം പിന്നെ വെച്ചാൽ നമ്മുടെ ട്രാവലറിൻ്റെ ഡ്രൈവറാണ്. ട്രാവലർ സ്ഥിരമായിട്ട് ഓടിക്കുന്നത് അപ്പുവാണ് അത് കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇപ്പം പുതിയ വണ്ടി എടുത്തപ്പോൾ അതും അപ്പുവാണ് ഓടിക്കുന്നത്. ഓട്ടോ ഒക്കെ വരുന്ന അപ്പു കൊണ്ടുവരുന്ന ഓട്ടോ ഒക്കെ അപ്പുവാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലൊരു ആളെ പോലെ തന്നെയാണ്. ഡ്രൈവറെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. സൗമ്യ ഞങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരും. എന്നാലും ഭയങ്കര പോക്ക് വരവൊന്നും അല്ല കേട്ടോ, എന്നാലും ഞങ്ങൾ അങ്ങോട്ടും അത്യാവശ്യം പോകും വരികയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് അപ്പു ആണ് ഇവിടുത്തെ ബാസൻ്റെ കൂടെ ഒരു വലങ്കൈയായിട്ട് നിൽക്കുന്നത്. അപ്പം അതാണ് അപ്പു. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. അപ്പോൾ അവരും ഇവിടെ നിന്ന് മാറിയാണ് താമസിക്കുന്നത്. വണ്ടി എടുക്കേണ്ട സമയത്ത് വരും, എല്ലാം ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്നായിരുന്നു, നമ്മുടെ കീർത്തനയുടെ കാര്യമായിരുന്നു പറയുന്നത്. കീർത്തനയുടെ എന്തെങ്കിലും ഞാൻ പറയണമെന്ന് ഓർത്തായിരുന്നു കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ കീർത്തന ഡിസ്കിൻ്റെ പ്രശ്നമെന്നല്ലേ പറഞ്ഞത്, ഡിസ്ക് ബൾജ് ചെയ്തെന്ന് അതല്ലെന്ന് പറഞ്ഞത്. അതിന് ശരിക്കും റെസ്റ്റേ ഉള്ളൂ മറങ്ങട്ടെ. ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങൾക്ക് മുഴുവനും ഉള്ള രോഗമാണ് ഈ ഡിസ്കിൻ്റെ പ്രശ്നം. എനിക്കും ഉണ്ടായിരുന്നു, ഞാനൊന്ന് വീണ് അച്ഛനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അതിന് തൊട്ട് മുന്നേ ഞാൻ വീണത്. അച്ഛനെ അന്നേരം പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. മഴ സമയത്ത് തുണി എടുത്തുകൊണ്ട് ഓടി, പഴയ പെരയായിരുന്നു, താഴത്തെ പെരയായിരുന്നു, പഴയ വീട്ടിലായിരുന്നു. അപ്പോൾ പുറത്തൂടെ അതിൻ്റെ സ്റ്റെപ്പ് ഓടി ഇറങ്ങിയതാണ്. സ്റ്റെപ്പ് മുഴുവൻ പായലായിരുന്നു. മേളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ചാടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ താഴെ വരുമ്പോഴാണ് എനിക്ക് കുറച്ചേരത്തേക്ക് എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയ മാതിരി ആയിപ്പോയി. പക്ഷെ അന്നേരത്തെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ചാടി എണീറ്റ് അങ്ങ് പോയി. പിന്നെ 2-3 സിസറിനൊക്കെ ഇട്ട് വളച്ചിട്ട്, 2 സിസർ. അച്ഛന് അതിന് മുന്നത്തേനും കുഴപ്പമില്ലായിരുന്നു. സിസറും ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ കാലൊക്കെ വളച്ച് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചാണ് അവരെടുക്കുന്ന. വയറും എല്ലാം വെച്ചാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് സിസറിൻ്റെ സമയത്ത്. ആ നട്ടലിനുള്ള ഇഞ്ചക്ഷൻ ആ സമയം കൂടെ ഒക്കെ ആയിട്ട് അതും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വേദനയായി. പിന്നെ കുറേ നാളത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. അത് പിന്നെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കും. നമ്മളൊരു ഹോസ്പിറ്റലിൽ പിന്നെ റെസ്റ്റ് എടുക്കുക കേട്ടോ, അത് പ്രധാനമാണ്. റെസ്റ്റ് എടുക്കുക, ഇല്ലെങ്കിൽ വേദനയാണ്. പിന്നെ ഞാനെന്ന് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനൊരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് ഇങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നടുവേദന ഭയങ്കരമായിട്ട് വരുമ്പോഴത്തേക്ക് കെട്ടിക്കഴിഞ്ഞ്
വേദന പറയുമ്പോൾ അത് ഊരി അതുപോലെ കൊണ്ട് അലമാരി കൊണ്ടുപോയി വെക്കും. വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ തുണി ഇലക്കല്ല്. അന്ന് ഇവർ കുഞ്ഞുങ്ങളായിരുന്നു, ഞാൻ അന്ന് ആശുപത്രി കാണിച്ചപ്പോൾ. കൊച്ചുങ്ങളെ എടുക്കരുത്, പിന്നെ മിറ്റം തൂക്കരുത്, ഗ്യാസ് കുറ്റി അങ്ങനെയുള്ള സാധനം വെയിറ്റുള്ള സാധനങ്ങളൊന്നും വലിച്ചു പൊക്കരുത്. ഇതെല്ലാം ചെയ്യാറുണ്ട് ഞാൻ. വിറക് കീറാറുണ്ട്, പറമ്പിൽ കിടന്ന് വെട്ടരുത്, എല്ലാം ചെയ്യാറുണ്ട്. എന്നാലും ഇങ്ങനെ പോകുന്നത്തോടങ്ങ് പോവും, പോട്ടെ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. വയ്യാന്ന് പറഞ്ഞിട്ട് തിരിക്കാൻ എന്നെ കൊണ്ടെങ്കിലും വയ്യാന്നേ, അതാണ് ഏറ്റവും വലിയ പാട്. നമ്മൾ ഇരുന്ന് പോയാൽ ഇരുപ്പതായി പോകും. പിന്നെ സൂക്ഷിക്കുക. ആ സമയത്തൊക്കെ ശരിക്കും റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. എപ്പോഴും കിടക്കാനും അടുക്കളയിലെ ജോലി ഇല്ലെങ്കിൽ അവർ കുഞ്ഞുങ്ങളല്ലേ, അന്നേരം നമുക്ക് ആരും ഒന്നും ഹെൽപ്പിന് ഒട്ടും ഇല്ലായിരുന്നു. കിടക്കും വന്ന് ചെയ്യും. പിന്നെ ഇന്നിപ്പം വേദനയൊക്കെ എനിക്ക് ശരിക്കും കുറവുണ്ട്. അടുക്കളയ്ക്ക് കുറച്ച് ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല, അത്യാവശ്യം. ചേട്ടനെ ഇന്ന് കണ്ണനോട് പറഞ്ഞു ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയേന്, ഇതാ ഇവളെ ഞാൻ വെളിയിലോട്ട് ഇറക്കിയല്ലാത്തതെന്ന്. കണ്ണൻ പറഞ്ഞ അച്ഛനതൊന്നും കാണുന്നില്ലെന്ന് ചോദിച്ചു. കാലും വെച്ച് വലിച്ച് ഇതിന് ഓടി നടക്കുന്നുണ്ടെന്ന് വെച്ചു. ഇതിനും പാചകം പറയാം, ഇതുകൊണ്ടാണ് ഞാൻ വെളിയിലോട്ട് ഇറക്കിയല്ലാത്ത, ഇറങ്ങണ്ടെന്ന് തന്നെ പറഞ്ഞു. ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങ് അഴിച്ചുവിട്ട മാതിരിയാ. ഇവർക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, മൊത്തം പണിയാ വെക്കുന്നത്. എൻ്റെ തക്കാളിയൊക്കെ കണ്ടില്ലേ, അകപ്പാട് അതൊക്കെ കണ്ടപ്പോൾ അങ്ങ് വിഷമം വന്നു. പിന്നെ എന്നെ ഇങ്ങനെ കൊച്ചിത്രയൊക്കെ ചെയ്തില്ലേ പിള്ളേർ, അവർ രണ്ടുപേരും കൂടി ഇത്രയൊക്കെ ചെയ്ത് സ്കൂളിൽ പോകണം, വീട്ടിലെ ജോലി എല്ലാം കൂടെ കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവങ്ങളെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനൊക്കെ ഓരോ വശമുണ്ട്, അതനുസരിച്ച് നമ്മൾ ചെയ്തങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ മീനെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പം മറക്കണ്ട കേട്ടോ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗീത ചേച്ചിനെ കണ്ടിട്ട് 2 ദിവസമാകുന്നു. വീഡിയോ കാണുന്നുണ്ടായിരിക്കും, എന്നതിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, തിരക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ചേച്ചി വരാത്തതെന്ന് വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നെന്ന് അറിഞ്ഞാൽ മതി. വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ എല്ലാവരും സുഖമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്ക് സുഖമായിട്ടിരിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ എനിക്ക് നേരത്തെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നേ, ഒരു ആഫ്രിക്കൻ മലയാളി എന്ന് പറഞ്ഞ്. പുള്ളിക്കാരി ഇടയ്ക്കൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അവർക്ക് എന്തോ ബിസിനസ്സിനൊക്കെ ഒരു ചെറിയതൊക്കെ വന്ന് ആ സമയത്ത് തൊട്ട് പിന്നെ ഇപ്പോൾ യാതൊരു വിവരവും ഇല്ല. എനിക്കൊന്ന് അതിൻ്റെതായ കാര്യങ്ങളിലൊക്കെ അങ്ങ് ആയിപ്പോയി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആരായിരുന്നു? പിന്നെ അവർക്കൊക്കെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ ഒന്നും കാണാനൊന്നും ഇല്ല. അപ്പം ശരി, ഞാൻ മീനൊക്കെ ഒന്ന് കഴുകിയെല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ചോറ് ഇരിപ്പുണ്ട്, അത് വെച്ച് കൂട്ടണം. അപ്പം അത്രയൊക്കെ ഒന്ന് ചെയ്തൊന്ന് സെറ്റാക്കട്ടെ. അച്ഛനും ഉച്ചവരെ ഉള്ളൂ കേട്ടോ, ഉച്ചയാകുമ്പോഴത്തേക്ക് അവളെ എത്തും. കണ്ണനും വൈകുന്നേരം വരെ ഉണ്ട്. കണ്ണൻ ഒരു ഓൺലൈൻ വഴി ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് എന്നാന്നുള്ള വന്നിട്ട് കവർ പൊട്ടിക്കാന്ന് പറഞ്ഞ അവസരം വെച്ചേക്കുക. അവൻ ഓർഡർ ചെയ്തതാണ്, അവനും പ്രയോജനപ്പെടുന്നല്ല കേട്ടോ, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഇന്നത്തെ പച്ചക്കറി പെറുക്കാൻ കുറച്ച് പച്ചമുളകും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോവയ്ക്കുണ്ട്, പിന്നെ ചീരയിലോട്ട് കോവയ്ക്കാലിൽ ഒട്ടിക്കിടക്കുക. പിന്നെ നമ്മുടെ വെള്ളരിക്ക ഉണ്ടായി, അത് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കിടന്ന് അത് പഴുത്തങ്ങ് വല്ലാതായി പോകും, അതുകൊണ്ടൊരു കുഞ്ഞ് വെള്ളരിക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. ചീരയിലൊക്കെ എനിക്കൊന്ന് ഇപ്പോൾ ഈ കാലാവസ്ഥയിലൊക്കെ തോന്നുന്നു, പച്ചച്ചീരയിലൊക്കെ കണ്ട ഒരുമാതിരി മുഞ്ഞ മാതിരി പൂപ്പൽ മാതിരി പിടിക്കുന്നുണ്ട്. കൊള്ളാമെന്ന് എല്ലാം നോക്കി എടുക്കണം, ബാക്കി കളയാമെന്ന് വിചാരിച്ചു. അച്ഛൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതങ്ങ് ഉച്ചയ്ക്കത്തെ വീഡിയോ എടുക്കുന്നതൊക്കെ മറന്നു പോയി. അത് കഴിയുമ്പോൾ വൈകിട്ടത്തെ വീഡിയോസാണ് എടുത്തത്. അപ്പോൾ വൈകിട്ട് കണ്ണൻ വന്നതിന് ശേഷം, കണ്ണൻ SBC ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് കണ്ണൻ വന്നതിന് ശേഷമുള്ള വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ കണ്ണനെ കണ്ണുകൊണ്ട് കാണിച്ച മുറിയിലോട്ടൊന്ന് കയറായിരുന്നു. അപ്പോൾ മുറിയിലോട്ട് കയറിയപ്പം കണ്ട് സാധനം കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ അത് എടുത്തുകൊണ്ട് വന്നു വെച്ച് ഇനി ഞങ്ങളത് അഴിച്ച് അതിനകത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് നോക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാവേ. അങ്ങനെയല്ലടാ എടാ, അങ്ങനെ അല്ലെന്ന്. നീ വേണ്ട ഇവിടെ എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഒട്ടിച്ചേക്കുന്നുണ്ട്, എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യും. കൈ മുറിയല്ലേ, പിച്ചാത്തിക്ക് മൂർച്ചയുള്ളതാ. അത് ഇങ്ങിതാ ഞാൻ കട്ട് ചെയ്തരാം. അങ്ങനെ അല്ലടാ, ഇവനെന്നെ കാണിക്കും. ഇങ്ങനെ കാണിച്ചേണ പിച്ചാത്തി കാണിച്ചേ. ഓ കൈ മാറ്റ വേണ്ട, അത്രേ ഉള്ളൂ. അതിന് കിടന്നങ്ങ് റിമോട്ട് തെറിച്ച് പോലെയുണ്ട്. റിമോട്ട് അതിൻ്റെ പുറകെ ഇരിപ്പുണ്ട്. ഇനി ആ ബോക്സ് അങ്ങ് മാറ്റ്. അതൊന്നും കാണിയാല, ഒന്നുമില്ല. എടുത്ത് കാണിച്ച് അതിൻ്റെ ഇതിലൊക്കെ ഉള്ളത് സ്റ്റീലാണോ അതൊക്കെ?
താഴെ പോലെ ഇതിലൊരു പേപ്പർ ഉണ്ടാവില്ല ഫിറ്റ് ചെയ്യുന്ന ഈ സംഭവം എടുത്ത് കാണിച്ചായിരുന്നേ. വർക്ക് ആവൂല്ലോ നോക്ക്. ഇല്ല, അവരെങ്ങനെ വർക്കാക്കി കാണിക്കുന്നത്? ഈ ബോക്സിനകത്ത് ഇരുന്ന സാധനമല്ലേ, കറണ്ടൊന്നും അടിക്കല്ലേ? ആണോ? അതായാലും വെച്ച് നോക്കി. സൗണ്ട് ഒന്നും ഇല്ലല്ലേ? വെച്ച് നോക്കി. ആ ഒത്തിരി ആ പേപ്പറെ നോക്കി വെച്ചിട്. ഇതാണ്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. ആണോ? ഒത്തിരി ഇതേണ്ട ഇതാ കഴുത്തേ ചെയ്യുന്നത്. ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ. എടുത്തില്ലായിരുന്നു തിരിച്ചു. അതായത് ഇതിനെ തൂരി കിടക്കുന്ന 2 ഇത് ഇന്നാളെ ഒരു ദിവസം നമ്മൾ എവിടെ ആയിരുന്നു, ഇവിടെ ഒരു മേള നടന്നപ്പോൾ അവിടെ പോയില്ലായിരുന്നോ? അന്ന് അവിടെ വെച്ച് കണ്ട സംഭവമാണേ ഇത്. അന്നേരം അന്ന് എത്രയായിരുന്നു പാസറ? 3500 അല്ലേ? ഇത് ഓൺലൈൻ വഴി എത്ര? 1200. കറക്റ്റായിട്ട് ചെയ്യണേ, നോക്കി ചെയ്യണേ. എന്നെ തല്ലിക്കൊന്നേച്ച് മതിയല്ലേ? പതിയെ ചെറുതായിട്ട് നോക്കട്ടെ. ആ ആണ്ട അത് മുറുക്കിയല്ലേ ഇട്ടേക്കുന്നുണ്ടോ? കയ്യിൽ വെച്ച് അയ്യോ ആ മതിടാ. എന്തോ പോലെ തോന്നടാ, ഭയങ്കര. കൈയുടെ ഇങ്ങോട്ട് മുട്ടിൻ്റെ ഇവിടെ വെച്ചടാ, കൈയുടെ മുട്ടയിലൊന്ന് വെച്ചടാ. എടാ പൊട്ട, മുട്ടയിലൊന്ന് വെക്കാം കൈയുടെ. വേദന പോകുന്നു നോക്കട്ടെ. അയ്യാ മതി. മറ്റേ ആ ഒരു 4 ഇതായിട്ടുള്ളത്. പക്ഷെ നല്ല ഉപകാരം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഈ വയ്യാത്തവർക്കൊക്കെ നമുക്കിപ്പോൾ ആരും കാലൊന്നും തിരുമ്മി തരാനില്ലേ പോലും ഉണ്ടല്ലോ, തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൺലൈൻ വഴി മേടിക്കുമ്പോൾ നല്ല വിലക്കുറവുണ്ട്. എടാ അത് തള്ളി താഴെയിടല്ലേ, അതല്ലടാ ആ 4 ഇതുള്ളത് എടുക്കടാ. ഇത് നമ്മുടെ പുറത്തും പിന്നെ കൈയുടെ മസാജ് പിന്നെ വയറേൽ ഒക്കെ ചെയ്യാനായിട്ട് നല്ല കേട്ടോ. നമുക്ക് തന്നെ ചെയ്യാം, റൂമിലിരുന്ന് തന്നെ ചെയ്യാന്നുള്ളത്. പിന്നെ ഇവനാണല്ലോ പിന്നെ നമ്മുടെ ഇവിടുത്തെ എന്നാ കൊണ്ടുവന്നാലും വലിയ രാജാവ്. ഇവനെ ഇത് ഓർഡർ ചെയ്ത്, അതുകൊണ്ട് പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് കണ്ടിരിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അത് അവനും ചെയ്യും. മറ്റൊരാൾക്ക് ചെയ്യേണ്ട കാലമല്ല അവൻ പരീക്ഷണം മൊത്തം നടത്തുന്നത്. അത് ഹെഡി ചെയ്യുന്നത് നമ്മുടെ തല വരെ മസാജ് ചെയ്യാനായിട്ടുള്ളതുണ്ട് കേട്ടോ. ഒത്തിരി ഇതായിരിക്കും ബാസൻ ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഭയങ്കര കട്ടിയുള്ള കേട്ടോ. അത് കാലിന്റെ വെള്ളയിലൊക്കെ ചെയ്യുന്നു. കാലിന്റെ വെള്ള വീട്ടമ്മമാർക്കാണേലും ജോലിക്ക് പോകുന്നവർക്കാണേലും എല്ലാം വൈകുന്നേരം ആകുമ്പോൾ കാലുവേദന, നടുവേദന, കൈവേദന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കേബിളിനൊക്കെ ആണേലും നല്ല നീളമുള്ള സൈസ് കേബിളാണ് കേട്ടോ, അല്ലാതെ ചെറിയ കേബിളൊന്നും അല്ല. ഞാൻ ഇത്ര ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചില്ല. ഇവൻ ഓർഡർ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. 8 ഇതിൻ്റെ ഇത് ഓരോന്നും മൊത്തത്തിൽ 8 എണ്ണം ഉണ്ടത്. ഇതിൻ്റെ പേരൊന്നും പറയാനൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പേര് മാജിക് മസാജർ എന്നേ ഉള്ളൂ കേട്ടോ, കംപ്ലീറ്റ് ബോഡി മസാജർ. കണ്ണൻ വന്നപ്പോൾ തൊട്ട് ആ മസാജറിൻ്റെ പുറകെയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാണ്ട് ഇറങ്ങി. കണ്ണൻ ഞാൻ അറിയാതെ വീഡിയോ എടുക്കുക അച്ഛനെ കാണിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് വെള്ളമെല്ലാം ഒഴിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദീപാച്ചി അച്ചുവൊക്കെ വന്ന് അവർ മാരാമണ്ണ് പോയേക്കുമായിരുന്നേ. എല്ലാം മേക്കോട്ടാണോ പോയത്? താഴെ ഇടല്ലേ എന്നെടി മേടിച്ചേ.
കൊണ്ടുപോയ ബാഗൊക്കെയാണ്. ഒന്നും മേടിച്ചില്ല, തെണ്ടികളൊക്കെ പോയിട്ട് കേട്ടോ. ഒരു സാധനവും മേടിക്കാതെല്ലാം വന്നേക്കുന്നു. നല്ല രസമുണ്ടല്ലോ കമ്മലൊക്കെ കാണാൻ. എനിക്ക് വയ്യ പെണ്ണങ്ങ് അടിച്ച്. നീ എന്നോട് പറഞ്ഞില്ലേ നിന്ദുവിന്റെ അടുത്ത് പോയിട്ട് വരുമ്പോ നല്ല ജിമ്മക്ക് മേടിച്ചോണ്ട് തരാന്ന്. പോയിട്ട് വരാൻ മേടിച്ചോണ്ട് പറഞ്ഞേ. ഭയങ്കര വിലയല്ലേ? ആ അതാ പറഞ്ഞേ. ഭയങ്കര വിലയായിരുന്നു ഇടയ്ക്ക്. ചക്കി നോക്കി അതിന് വെള്ളം പോലും മേടിച്ചു കൊടുത്തില്ലെന്ന് തോന്നുന്നു. ഫ്രിഡ്ജിൽ വെള്ളമില്ല. എടാ ഇതിനകത്ത് വെള്ളം ഉണ്ടോ നോക്കിയാ, കൂജക്കകത്ത്. എനിക്ക് വയ്യ, ഇതാ പ്രതീക്ഷിച്ചു, അതാ ചോദിച്ചതൊന്നുമില്ലേ. ആണോ? ആണോ, വേറെ അതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു നന്ദന്റെ അല്ലേ? ആ ചക്കിക്ക് ചേർത്തില്ലേ അത്? ആണോ? കൊച്ചൊന്നും അറിഞ്ഞില്ല, പാവം കണ്ടും പിടിക്കുന്നത്. ഞാൻ ഇപ്പൊ ഇതുങ്ങൾ പോയപ്പോ ഓർത്തേ, പണ്ട് നീ ഓർക്കുന്നുണ്ടോ, അച്ചു ഞാനും നീയുമായിരുന്നു ഇതുപോലെ. ഇവിടെ ചക്കയ്ക്ക് പകരം അച്ചുവായിരുന്നു, അച്ചുവിന് പകരം ദീപാച്ചിയായിരുന്നു. ആ ചെരുപ്പിന്റെ വെയിറ്റ് എല്ലാം വരട്ടെ, കേറി എനിക്ക് സമാധാനിക്കട്ടെ ഞങ്ങള്. ചെരുപ്പിന്റെ വെയിറ്റ് എല്ലാം കിട്ടൂല്ലോ എന്നുള്ള സമാധാനം കിട്ടട്ടെ. ആ ചെരുപ്പിന്റെ വെയിറ്റേ ഉള്ളൂ, ചെരുപ്പിന്റെ വെയിറ്റേ ഉള്ളൂ. ഞാൻ നോക്കി ഇതൊക്കെ. അയ്യോ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ അറിയണ്ട ചോദിച്ചു, ദീപാച്ചിക്ക് അച്ചുവിന്റെ ഷേപ്പ്, അച്ചുവിന് ദീപാച്ചിയുടെ ഷേപ്പാണല്ലോ എന്നൊക്കെ. ദീപാച്ചി ആരാന്നൊക്കെ ചോദിച്ചോണ്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ നാത്തൂനാന്ന്. അലമ്പും വഴക്കുണ്ടാക്കാൻ അറിയാൻ മേലാത്തൊരു നാത്തൂൻ. രാജസ്ഥാനി കമ്മല് പോലെ മലയാളം അറിയത്തില്ല. അത്രയൊന്നും ആയിരിക്കല്ലായിരിക്കും. നിങ്ങൾ 120 വെച്ചപ്പോ ഒരു 120. എന്താ ഇതൊക്കെയാണ് ഇവളുടെ ഈ ഡയലോഗ്. അവളാ സഞ്ചി കൊണ്ട് എന്നെ ചോദിക്കുക ചേച്ചി വല്ലതും വേണോന്ന്. ചെരുപ്പ് എന്നാ വിലയാ? തൊപ്പി എന്നാ വിലയാ? 100 രൂപ. വേണ്ട, തൊപ്പിയും വേണ്ട. ഇതൊന്നും ഞങ്ങക്ക് വേണ്ട. മാജിക് സ്ലേറ്റ് ആയിരിക്കും. എന്നാ പ്ലേറ്റ്? അതിന്റെ വിലയായിരുന്നു. ആണോ? പക്ഷെ ഇതിനകത്ത് പിന്നെ പത്തനംതിട്ട ബാച്ചിരുന്നല്ലോ, പത്തനംതിട്ട മേടിച്ചു കേട്ടോ. നല്ല വലിയ പ്ലേറ്റ്, നല്ല വെയിറ്റ് ഉള്ള നല്ല പ്ലേറ്റ്. ഇവര് കൊണ്ടുവരുന്നത് കാനം കുറവാണ്. കുഴപ്പമില്ല. മസാലക്കല്ലേ 50 രൂപയുള്ളൂ ഇതിന്? വേണ്ട വേണ്ട, ഞാൻ ഇടയ്ക്ക് മേടിച്ച് പൊടിച്ചു. 100 രൂപയ്ക്ക് ബാസൺ ഇത്രയും മേടിച്ചോണ്ട് നിൽക്കുന്നു. 50 രൂപയ്ക്കൊന്നും 100 രൂപയ്ക്ക് ആണോ? ബാസൺ ഇടയ്ക്ക് 100 രൂപയ്ക്കാണ് മേടിച്ചോണ്ട് വന്നത്. ഇച്ചിരിയേ ഉള്ളൂ. പച്ചമാങ്ങയ്ക്ക് എന്നാ വിലയായിരുന്നു? വിലയാണേ, പാവൊക്കെ പൂത്ത് വരുന്നതേ ഉള്ളൂ. അതാ വീഴല് നിന്റെ. ഇപ്പൊ സാധനമൊക്കെ മേടിക്കാൻ സഞ്ചിയും കൊണ്ടൊക്കെ ആയിരുന്നു പോയതല്ലേ. ഇല്ലേ അത് ചേട്ടൻ മീൻ പിടിക്കാൻ പോകുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവള് മേടിച്ചേക്കുന്നുണ്ട് ഡോൾഫിൻ. ഞാൻ ഓർത്തത് ചുമ്മാ നന്ദന് കളിക്കാൻ മേടിച്ച വല്ല സാധനമായിരിക്കും. പേനയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. തെളിയുന്നില്ലടി ഒന്നും. എന്റെ ചക്കി നീ വീണ നിനക്കിട്ട് ഒരെണ്ണം തരികയും കൂടെ ചെയ്തു നോക്കോ. ഈ സ്കൂട്ടർ എടുത്ത് അപ്പുറത്തോട്ട് വെക്കത്തില്ലായിരുന്നു.
എൻ്റെ കണ്ണ ആ മസാജർ ഒന്ന് നീ എടുത്ത് വെക്കോ. ഇതാ ഇവിടെ ഒരു സാധനം മേടിച്ചുള്ള കുഴപ്പം ഇതാണേ. ഇത് രാവിലെ വന്നാ ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. ആണോ? ഇവിടെ അല്ല, അച്ഛൻ റോഡിൽ വെച്ചും കണ്ടാ മേടിച്ചത്. എൻ്റെ പൊന്നിയാണ്, അത് മാറ്റി വെക്ക. ഇതാണ് കണ്ണൻ്റെ സ്വഭാവം. എന്നെയും കൊണ്ടുവന്നുണ്ടല്ലോ ഇങ്ങനെ അത് തന്നെ ചെറുക്ക പോയിരുന്നാലും പഠിക്കിറക്കാം. ഇനിയിപ്പോൾ കണ്ണിന് കാലിന് വേദന, കൈക്ക് വേദന, പുറം വേദന, മൊത്തത്തിൽ വേദന ഇനി. ഓ അയ്യോ എൻ്റെ ദൈവമേ, ആശുപത്രി കൊണ്ടുപോകാം. അയ്യോ ഇതുപോലെ വേദനയാണെങ്കിൽ ആണോ? നല്ല ഇതുപോലെ വേദന ആശുപത്രി കൊണ്ടുവന്ന. എൻ്റെ കണ്ണ നിൻ്റെ റിമോട്ട് കൺട്രോളിൻ്റെ കൂട്ട് വണ്ടി ഓടിക്കുന്ന പോലെ അല്ല, ഇത് കറണ്ടല്ല. കറണ്ട് ബില്ല് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും അറിയുന്നത് കേട്ടോ. ഒന്ന് കൊടുത്തേടാ അവക്ക്. അവിടെ കൈ കൊടുക്കുന്ന, നീ ഇങ്ങോട്ട് മാറിയിരുന്നേ. അവള് ചെയ്യുമ്പോ കണ്ടോളാം. എടാ ഇവൻ ഉടായിപ്പെട്ടോ, നല്ലത് ചെയ്തു തരുന്ന. നിനക്ക് ഉപദ്രവം ചുമ്മാതാ. നീ മാറി, അവളൊന്ന് ഓണാക്കി നോക്കുന്നതേ ഉള്ളൂ. ഓ പേടിച്ചൂറി, നീ ഒന്ന് മാറി. അങ്ങനെ ആണ്. നീ ഇങ്ങോട്ട് മാറിയിരുന്നേ. എടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കടി, ഒരിടത്ത് വെക്കാതെ. ഇവനോട് പറ, ഇവൻ ചെയ്തു തരും. മുടി കുരുങ്ങും, മുടി കുരുങ്ങും. ലാസ്റ്റ് മുടിയെല്ലാം കൂടെ പറഞ്ഞ് ആ മുടി കുരുങ്ങുന്നുണ്ട് കണ്ടോ. ഇതിനൊക്കെ പ്രാന്ത. അച്ചു മുടി മൊത്തം നിന്റെ പോവേ. അച്ചുക്കള്ള തല താഴോട്ട് മേലോട്ട് മാത്രമേ പോകത്തുള്ളൂ. ഒന്ന് വെച്ചേ കണ്ടാ കുരുങ്ങത്തില്ല ഒരിക്കലും. നീ കൊള്ളാമല്ലോടി. എന്റെ തല ചെയ്തപ്പോ അവള് നോക്കി ഇരുന്നിട്ട് കൊള്ളാം, കുഴപ്പമില്ല. ദൈവമേ, അല്ലേ തന്നെ ഇവിടെ കറണ്ട് ബില്ല് നല്ലൊരു തുകയാട്ടോ. ഇന്നത്തെ ഒരു ദിവസം പോയതറിഞ്ഞില്ല കേട്ടോ. എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്തമാനവും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയി. മസാജർ കൊണ്ടുവന്നപ്പോൾ മുതൽ കണ്ണൻ അതേ ഫുള്ള് പണിയാണ്. അത് തലേ നല്ലപോലെ മസാജ് ചെയ്യാൻ പറ്റും കേട്ടോ. മുടിക്ക് നീളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യം ഓർത്ത് മുടി കുരുങ്ങൊക്കെ ചേരിക്കും നിർത്തും. പക്ഷേ ഇല്ല കേട്ടോ, നല്ല നല്ല സുഖമാണ് തലേ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. എന്നെയുള്ള ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. മേടിച്ചത് പ്രയോജനപ്പെടുന്ന രീതിക്കുള്ള ഇതായതുകൊണ്ട് സന്തോഷം തോന്നി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.